ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ശുപാർശ ചെയ്ത് SIT ഗുരുതര ക്രമക്കേടുകൾ നടന്നത് ദേവസ്വം മിനിറ്റ്സുകളിൽ തീരുമാനങ്ങൾ രേഖപ്പെടുത്താതെയാണ്. പണം കൈമാറിയതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വിജിലൻസ് അന്വേഷണമാണ് ഉചിതമെന്നും SIT ശുപാർശ. വിവരങ്ങളുമായി രാജീവ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. രാജീവ്, SIT തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ പറയുന്നു വിജിലൻസ് അന്വേഷണമാണ് ഉചിതമെന്ന്. പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്? രാഗി, പ്രധാനമായും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. പ്രത്യേക അന്വേഷണ സംഘം ഇതുകൂടി അന്വേഷിക്കുന്നു എന്നൊരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല, ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് കരാർ നൽകിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ കരാർ നൽകിയത് ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഉപകരാറുകൾ പോലും ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിട്ടില്ല, അതിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയിട്ടില്ല എന്നും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മാത്രമല്ല, വളരെ ഗുരുതരമായ മറ്റ് ആരോപണങ്ങളും 37 ലക്ഷം രൂപയ്ക്ക് ബാർ ഹോട്ടലിൽ ഉൾപ്പെടെ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ GST ബില്ലുകൾ നൽകിയിട്ടില്ല. മാത്രമല്ല, കലാപരിപാടികൾ നടത്താൻ, സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി നേരത്തെ 2 ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചതെങ്കിൽ അതിൽ കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നു. ഏകദേശം 8 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിരിക്കുന്നു. ബെഡുകൾ വാങ്ങിയത് പോലും ക്രമക്കേടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതായത് ഗുരുതരമായ പരാമർശങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഇതിനൊപ്പമാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നെടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ല എന്ന ഗുരുതരമായ പരാമർശം കൂടി ഇതിൽ ഉൾപ്പെടുന്നത്. ഹൈക്കോടതി നേരത്തെ കർശനമായ നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിരുന്നതാണ്. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശമായിരുന്നു നേരത്തെ ഹൈക്കോടതി നൽകിയിരുന്നത്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് തന്നെ 2 കോടി രൂപ എടുത്തു എന്നായിരുന്നു ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, SIT പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ ഒരു മിനിറ്റ്സ് രേഖകളിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഈ 2 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പോലും ഒരു മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് പോലും ഇറക്കാതെയാണ് ഈ പണം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും പരിപാലിച്ചിട്ടില്ല. ഒരു രേഖകളിൽ പോലും ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല, മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ രീതിയിലുള്ള ഗുരുതരമായ ചട്ടലംഘനം ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു, അഴിമതി ഉൾപ്പെടെ നടന്നിരിക്കുന്നു എന്നാണ് നിലവിൽ SIT ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നല്ലത് എന്നൊരു ശുപാർശ SIT നൽകിയിരിക്കുന്നത്. കാരണം സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുണ്ട്. ദേവസ്വം ബോർഡിന്റെ പണമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്, സ്വകാര്യ വ്യക്തികളുടെ പണമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഹൈക്കോടതി കർശനമായൊരു നിർദ്ദേശം നൽകിയിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പണമെടുത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ പണം മറ്റേതൊക്കെ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, സ്പോൺസർമാരാരാണ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ വിജിലൻസ് അന്വേഷണമാണ് നല്ലതെന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം വേണം എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഉറച്ചു നിൽക്കുകയാണ്. അത് പ്രത്യേക അന്വേഷണ സംഘം മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് വെച്ചതെങ്കിൽ ഇക്കാര്യത്തിലാണ് SIT വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ കുരുക്കാകുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ പറഞ്ഞത് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുത്തിട്ടുണ്ട്, എന്നാൽ സ്പോൺസർമാർ പണം നൽകിയപ്പോൾ അത് തിരിച്ചടച്ചു എന്നാണ്. ഓഡിറ്റുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ പണം തിരികെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അതായത് പൊതുജനങ്ങളുടെ റെപ്രസെന്റേഷനാണ് ഒരു സഭ എന്ന് പറയുന്നത്, അവിടെ പോലും കണക്കുകൾ അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം പച്ചക്കള്ളം പറയുകയാണ് ദേവസ്വം മന്ത്രി. നോക്കൂ, എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന തോന്നലോ ഇവർക്ക്, അല്ലെങ്കിൽ തന്നെ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകും, ഞങ്ങൾ ഈ വഴിക്ക് പോകും, അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കും, കവർച്ച, കൊള്ള, അഴിമതി, തട്ടിപ്പ്, വെട്ടിപ്പ് ഇതൊക്കെ തുടരും എന്ന് കാണിക്കുകയാണോ ഇവർ ഓരോ നിമിഷവും? മാത്രവുമല്ല, ദേവസ്വം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ തുടർച്ച എന്നോണം നടത്തിയ ഒരു പ്രതികരണത്തിൽ പറഞ്ഞത് ഹൈക്കോടതിയിൽ ഇനിയിപ്പോൾ കണക്ക് വിശദീകരിക്കണം, അപ്പോൾ അത് ദേവസ്വം ബോർഡ് ചെയ്തുകൊള്ളും. അതായത് എല്ലാ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമാണ് എന്ന് വരുത്താനാണ് നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, ഞങ്ങളല്ല അവരാണെന്ന് പറയും, അവർ പറയും ഞങ്ങളല്ല ഇവരാണെന്ന് പറയും. അത് സ്വാഭാവികമായൊരു പ്രക്രിയയായി തുടരുകയും ചെയ്യും. രാജീവ്,
കൃഷ്ണരാജ്, കഴിഞ്ഞ ബുധനാഴ്ച പുത്തമ്പലൂരിൽ തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അതായത് രേഖകൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടത്. മന്ത്രി VN വാസവൻ നിയമസഭയെ പരസ്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർമാരിൽ നിന്ന് പണം ലഭിച്ചപ്പോൾ അത് ദേവസ്വം ബോർഡിനെ തിരികെ നൽകിയെന്ന് മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഓഡിറ്റ് രേഖകൾ അങ്ങനെയല്ല. ആ സമയത്ത് ഹൈക്കോടതിയിൽ ഈ രേഖകൾ സമർപ്പിച്ചിട്ടില്ല. പക്ഷേ ഓഡിറ്റ് രേഖകളിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസമാണ് മറ്റു മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തത്. എന്നാൽ മന്ത്രി അതിനോട് ഇപ്പോഴും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. 4 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വന്നു എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റു കണക്കുകളൊക്കെ ദേവസ്വം ബോർഡ് വിശദീകരിക്കുമെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മന്ത്രിക്ക് ഈ സ്പോൺസർഷിപ്പ് ലഭിച്ചപ്പോൾ ഈ പണം തിരികെ അടച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നു എന്ന് പറയുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ കൂടി കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം മന്ത്രിയാണ് നിയമസഭയിൽ കഴിഞ്ഞ 28-ന് കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നത്. സ്പോൺസർമാർ പണം നൽകിയപ്പോൾ, അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുത്തിട്ടുണ്ട്, അത് തന്നെ ചട്ടലംഘനമാണ്. കാരണം ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന്റെ പണം എടുക്കരുതെന്ന് മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പണം എടുത്തിട്ടുണ്ട്, പക്ഷേ സ്പോൺസർമാർ പണം നൽകിയപ്പോൾ അത് തിരിച്ചടച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അത് തന്നെ ചട്ടലംഘനമാണ്. അതേസമയം തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്, മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്. കൃത്യമായി ഒരു തുക പോലും തിരിച്ചടച്ചിട്ടില്ല, പൂർണ്ണമായും പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും പണം തിരിച്ചടച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് മന്ത്രിക്ക് വിവരം ലഭിച്ചത് ഈ പണം തിരിച്ചടച്ചു എന്ന്? അപ്പോൾ നിയമസഭയെ മാത്രമല്ല ജനങ്ങളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രി VN വാസവൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മന്ത്രിക്ക് കുരുക്കാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ വളരെ നിർണായകമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതിന് സർക്കാർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കണം, അതിനുവേണ്ടി വ്യവസായികൾ തയ്യാറാണ്, വൻ നിക്ഷേപങ്ങൾ എത്തിക്കാൻ ആളുകൾ തയ്യാറാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ആളുകൾ തയ്യാറാണ്. പിന്നെ എന്തിനാണ് ഈ രീതിയിൽ സ്പോൺസർമാരെ കണ്ടെത്തുമ്പോൾ ധനലക്ഷ്മി ബാങ്കിനെ കൊണ്ടും കേരള ബാങ്കിനെ കൊണ്ടുമൊക്കെ പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? ദേവസ്വം ബോർഡിന്റെ പണം ഇതിനുവേണ്ടി ഉപയോഗിച്ചത്? ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതിനൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നിരിക്കുന്ന വൻ ക്രമക്കേട്, ചെറിയ ക്രമക്കേടുകളല്ല, വൻ ക്രമക്കേടുകൾ, കിടക്കകൾ വാങ്ങിയതിൽ പോലും അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാർ ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്യുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് കിടക്കയും കാണാനുമില്ല, കൊണ്ടുവന്നതിലൊന്നും കണക്കുകളുമില്ല. മാത്രമല്ല രാജീവ്, ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഈ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് നടക്കേണ്ടിയിരുന്നത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയായിരുന്നു. അതിനൊരു 8 ലക്ഷം രൂപ. പക്ഷെ നടന്നത് ഇഷാൻ ദേവിന്റെ പരിപാടിയാണ്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിൽ അല്ല, അവരുടെ കണക്കുകളിൽ പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസ് തന്നെയാണ് ഈ പരിപാടി നടത്തിയതെന്നും അവർക്ക് 8 ലക്ഷം രൂപ കൊടുത്തു എന്നുമാണ്. അപ്പോൾ ഇത് ക്ഷണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ആളില്ല അയ്യപ്പ സംഗമമായി മാറിയത്, അയ്യപ്പ ഭക്തന്മാരുടേതല്ലാത്ത സംഗമമായി മാറിയത് ഇവർ മുതലെടുക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു യഥാർത്ഥ വിശ്വാസിയായ അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഉറപ്പായും എഴുന്നേറ്റ് എന്ന് ചോദിച്ചേനെ. ആ നിലയ്ക്കാണ് കള്ളത്തരങ്ങൾ തുടരെ ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭക്ഷണം എത്രമാത്രം വേസ്റ്റായി അതെവിടെ കൊണ്ട് തള്ളിയെന്ന്. അതിനുവേണ്ടി അടിച്ച ചില ലഘുലേഖകൾ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയ്യപ്പന്മാരുടേതല്ലാത്ത ഒരു സംഗമമായത് മുതലെടുക്കുകയായിരുന്നു ഈ സർക്കാരും ദേവസ്വം ബോർഡും. അങ്ങനെയല്ലേ ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ്, ഇത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് 2 ലക്ഷം രൂപ വേണമെന്നായിരുന്നു നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോഴേക്കും അത് 8 ലക്ഷം രൂപയാകുന്നു. അതിലാണ് ഈ നന്ദഗോവിന്ദം ഉൾപ്പെടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഈ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. അടിമുടി സാമ്പത്തിക ക്രമക്കേടുകൾ, അങ്ങനെ ഇതിനെ പറയാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 37 ലക്ഷം രൂപ ഹോട്ടൽ ബില്ല് ഉണ്ട്. അത് ബാർ ഹോട്ടലുകളിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആളുകൾ എത്തിയത്? അയ്യപ്പ ഭക്തസംഗമത്തിൽ, ഭക്തസംഗമം എന്ന് പറയാൻ കഴിയില്ല, അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ എത്തിയത്. അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയാണ് ബാർ ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യുന്നു. അതിൻ്റെ GST ഇല്ല. അതായത് GST ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃത്യമായ ബില്ലുകളല്ല, എത്ര പേർ താമസിച്ചു എന്ന് വ്യക്തതയില്ല. ഹോട്ടലുകളിൽ നിന്ന് തട്ടിക്കൂട്ട് ബില്ലുകൾ വാങ്ങി ഓഡിറ്റിന് വേണ്ടി കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് GST ഇല്ല എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല. അതിനെല്ലാം ഉപരിയാണ് ആരാണ് സ്പോൺസർമാർ, അതുപോലും മറുപടിയില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ
മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പോൺസർമാരെ പോലും പിന്നീട് തട്ടിക്കൂട്ടി കണ്ടുപിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഹൈക്കോടതി ഇതിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ തട്ടിക്കൂട്ടി സ്പോൺസർമാരെ കണ്ടെത്തി. സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ. ആ കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബാങ്കിനെ കൊണ്ട് 1 കോടി ഇടിയിക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കറിയാം സഹകരണ വകുപ്പ് കൃത്യമായി സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ 1 കോടി രൂപ കേരള ബാങ്ക് നൽകിയേ മതിയാകൂ. കാരണം ക്ഷേമ പെൻഷൻ നൽകുന്നതിനും KSRTC പെൻഷൻ നൽകുന്നതിനുമൊക്കെ സഹകരണ സംഘങ്ങൾ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പലതവണയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്കാണ്, അവരും 1 കോടി രൂപ നൽകും. പിന്നെ മറ്റൊന്ന് അദാനി ഗ്രൂപ്പാണ്. സർക്കാർ ഇതുവരെ പുറത്തുവിടാത്ത ഒരു പേരാണ് അദാനി ഗ്രൂപ്പിന്റെ. ഈ വാർത്ത വളരെ വിശദമായി വരുന്ന മണിക്കൂറിൽ നമുക്ക് എടുത്തേ മതിയാകൂ. കാരണം ഈ വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന ഈ അഴിമതിക്കാരുടെ തട്ടിപ്പുകാരുടെ കഥകൾ ഇനിയും ഓരോന്നായി പുറത്തു വരും. ഇപ്പോൾ രാജീവ് ബ്രേക്ക് ചെയ്ത ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും. അക്കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്.